ഞങ്ങളെ അപമാനിക്കുന്നു. KSRTC ബസ്സിൽ ഫ്രീ യാത്ര എന്ന് പറഞ്ഞിട്ട് രാജിവെച്ച് പോ പുറത്ത്
രാജിവെച്ച പോപുറത്ത് പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ജയ് 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 ബിജെപി ജയ് 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 ബിജെപി ജയ് 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 മഹിളാ മോർച്ച 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 സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി വോട്ടുകൾ മൊത്തം നേടിയിട്ട് വോട്ടുകൾ മൊത്തം നേടിയിട്ട് സ്ത്രീകളെ മുഴുവൻ പുച്ഛമാണോ സ്ത്രീകളെ മുഴുവൻ പുച്ഛമാണോ രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം 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 സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി വോട്ടുകൾ മുഴുവൻ നേടിയിട്ട് വോട്ടുകൾ മുഴുവൻ നേടിയിട്ട് സ്ത്രീകളെ മുഴുവൻ പുച്ഛമാണോ സ്ത്രീകളെ മുഴുവൻ പുച്ഛമാണോ സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി അധികാരത്തിൽ കയറിയപ്പോൾ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സിപി ജോണെ നിങ്ങൾക്കെതിരെ പ്രതിഷേധം രാജിവെക്കൂ 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 രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ ജയ് 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 ബിജെപി ജയ് 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 ബിജെപി ജയ് 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 മഹിളാ മോർച്ച ജയ് 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 മഹിളാ മോർച്ച ജയ് 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 ബിജെപി ജയ് 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 ബിജെപി ജയ് 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 മഹിളാ മോർച്ച 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 സൗജന്യ യാത്ര ഉറപ്പു നൽകി സൗജന്യ യാത്ര ഉറപ്പു നൽകി അധികാരത്തിൽ ഏറിയപ്പോൾ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ 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 സിപി ജോണെ രാജിവെക്കൂ സിപി ജോണെ രാജിവെക്കൂ രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ പ്രതിഷേധം 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 മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം സൗജന്യ യാത്ര ഉറപ്പു കൊടുത്ത് സൗജന്യ യാത്ര ഉറപ്പു കൊടുത്ത് സൗജന്യ യാത്ര ഉറപ്പു കൊടുത്ത് സൗജന്യ യാത്ര ഉറപ്പു കൊടുത്ത് സിപി ജോണെ മുരാജി സിപി ജോണെ
ഏറെ ബഹുമാനപ്പെട്ട മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി RC ബീന, നമ്മുടെ സംസ്ഥാന ട്രഷററായിട്ടുള്ള ശ്രീമതി മഞ്ജു, മഹിളാ മോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി ശാന്തി, ശ്രീമതി സിന്ധു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ സ്ത്രീകൾക്കെതിരെ നടത്തിയ വളരെ മോശം പരാമർശം. നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് LDF സ്ത്രീ സുരക്ഷ പറഞ്ഞ് അധികാരത്തിലേറിയപ്പോൾ ഇവിടെ കോൺഗ്രസ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പ് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയാണ് ഇവിടെ കോൺഗ്രസ് അധികാരത്തിലേറിയത്. അധികാരത്തിലേറിയതിന് ശേഷം മുഴുവൻ ബസ്സുകൾ എന്നുള്ളത് വെട്ടിച്ചുരുക്കി അവർ ഒരു 1, 2, 3 ബസ്സുകളിൽ പ്രിയദർശിനി ബോർഡ് വെച്ച് ഇവിടെ സൗജന്യ യാത്ര നൽകുകയുണ്ടായി. നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ച് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ പരമാവധി സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ നിന്നും എത്രത്തോളം മിച്ചം പിടിച്ച് ആ കുടുംബത്തെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ തൻ്റെ കുട്ടികളെ നോക്കാം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഓരോ സ്ത്രീകളും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വീട്ടമ്മയായ ഒരു സ്ത്രീ അവർ ആഗ്രഹിക്കുന്നത് തനിക്ക് അതിൽ നിന്നും മിച്ചം കിട്ടുന്ന തുക തൻ്റെ കുടുംബത്തിന് ഭദ്രമായ ഒരു കാര്യം ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്തരത്തിൽ കിട്ടുന്ന സൗജന്യ യാത്രകളിലേക്ക് കടക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വോട്ടിട്ട് കിട്ടിയ മുഴുവൻ മലയാളികളും, മുഴുവൻ അമ്മമാരും അവരുടെ മനസ്സ് എന്താണെന്ന്, അവരുടെ മനസ്സ് വേദനിപ്പിച്ചതിന് മഹിളാ മോർച്ചയുടെ ഒരു പ്രതിഷേധമാണ് ഇന്ന് നമ്മുടെ മുഴുവൻ മലയാളത്തിലെ ഈ മലയാളികളുടെ മുഴുവൻ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് മഹിളാ മോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി വെച്ചത്. ഞങ്ങളുടെ ഒറ്റ ആവശ്യമേ ഉള്ളൂ, സ്ത്രീകൾക്കെതിരെ അനാവശ്യ പരാമർശം നടത്തിയ CP ജോൺ രാജിവെച്ച് പുറത്തു പോകണം. ഇതൊരു തുടക്കം മാത്രമാണ്. CP ജോൺ രാജിവെക്കും വരെ മഹിളാ മോർച്ച അതിശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇവിടെ നൽകുവാനുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി RC ബീനയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. മഹിളാ മോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ലീന മോഹൻ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് ട്രഷററുമായ മഞ്ജു GS, മഹിളാ മോർച്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിമാരായ സിന്ധു രാജീവ്, ശാന്തി, ഇവിടെ കൂടിയിരിക്കുന്ന മഹിളാ മോർച്ചയുടെ എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ സസ്നേഹ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 3-4 ദിവസം കൊണ്ട് കേരളമൊട്ടാകെ മഴയിൽ മുങ്ങുകയാണ്. തിരുവനന്തപുരത്തും മഴ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇന്ന് ഇവിടെ കൂടാനുണ്ടായ അടിയന്തര സാഹചര്യം എന്താണെന്ന് കേരളത്തിലെ ഓരോ സ്ത്രീകളും ഇന്നിവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് അതിൻ്റെ വിഷയം എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. UDF സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് കണ്ട് സ്ത്രീകളെല്ലാവരും സന്തോഷിച്ചു. സ്ത്രീകളുടെ വോട്ട് വാങ്ങിച്ചു. ഭൂരിഭാഗവും സ്ത്രീകളുടെ വോട്ടിലാണ് UDF സർക്കാർ ഇന്ന് അധികാരത്തിലേറിയത്. അധികാരത്തിലേറിയതിന് ശേഷം ഇന്ന് ഗതാഗത മന്ത്രിയായ CP ജോൺ
CP ജോൺ ഗതാഗത മന്ത്രിയായി വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആദരവുണ്ടായിരുന്നു ആ മനുഷ്യനെ പറ്റി. പക്ഷേ ഇന്നത്തോടുകൂടി ആ ആദരവ് എല്ലാ സ്ത്രീകളുടെ മനസ്സിൽ നിന്നും പോയിടുന്ന 100% ഉറപ്പാണ്. ഏതൊരമ്മയും ഏതൊരച്ഛനും എന്താണ് കരുതുന്നത്? നമുക്ക് ലഭിച്ചതിൽ നല്ല വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം, കൂടുതൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അതിനുവേണ്ടി അവർ കൂലിവേല ചെയ്തും അരവയർ മുറുക്കിയും കഷ്ടപ്പെട്ടും നമ്മുടെ കുട്ടികളെ ഗുണനിലവാരമുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കും. ഇന്നെന്താണ് നമ്മുടെ മന്ത്രി പറഞ്ഞത്? സ്ത്രീകൾ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കും, എന്നിട്ട് ബസ്സിൽ തള്ളിക്കയറുമെന്ന്. ഈ ബസ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ സൗജന്യ ഗതാഗത സൗകര്യം ആവശ്യപ്പെട്ടിരുന്നോ? ഏതെങ്കിലും ഒരു സ്ത്രീ? ഒരിക്കലുമില്ല. ഇത് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇങ്ങോട്ട് തന്നതായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ ഗതാഗത സൗകര്യം. എന്നിട്ട് അത് പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ട് ദീർഘദൂര യാത്ര, തീർത്ഥയാത്രാ സൗകര്യം, ഇതെല്ലാമായിരുന്നു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. അതെല്ലാം വെട്ടിനിരത്തി. എന്നിട്ട് 4ഓ 5ഓ പ്രിയദർശിനി ബസ്സുകൾ മാത്രം നിരത്തിലിറക്കി. അപ്പോൾ എങ്ങനെ ആ ബസ്സിൽ തിരക്ക് കൂടാതിരിക്കും? സ്ത്രീകൾ അല്ലെങ്കിലും ഈ ബസ്സിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക എന്ന് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോവും. അതേ ഇവിടെ സ്ത്രീകളും ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് പറഞ്ഞു, 1-2 കാര്യം, 2-3 കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ന് സ്ത്രീകളെ അപമാനിച്ചിട്ടുള്ളത്. സ്ത്രീകൾ ഗവൺമെൻറ് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും പോലും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഗവൺമെൻറ് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കേണ്ടി വരുന്നത്? പരിമിതമായ ചികിത്സാ സൗകര്യം മാത്രം ഉള്ളിടത്താണ് സ്ത്രീകൾ വരാന്തയിൽ കിടക്കേണ്ടി വരുന്നത്. എല്ലാ സൗകര്യവും അവർക്ക് ഹോസ്പിറ്റലുകളിൽ നൽകുകയാണെങ്കിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നൽകുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് വരാന്തയിൽ കിടക്കേണ്ട ആവശ്യം വരത്തില്ല. മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാ സ്ത്രീകളും ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തുന്നത്. വരാന്തയിൽ കിടന്നാണെങ്കിലും മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ സ്ത്രീകളെ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഇന്ന് ഗതാഗത മന്ത്രി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അപമാനിച്ചിട്ടുണ്ട്. ഇത് ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുക, ഇത് മാത്രമാണ് ഗതാഗത മന്ത്രി ലക്ഷ്യമിട്ടിട്ടുള്ളത്. അല്ലാതെ കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുകയും ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള നിലയിലാണ് ഇന്ന് ഗതാഗത മന്ത്രി സംസാരിച്ചിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും ഇത്രയും സമയം ഇവിടെ വരുന്നതിനിടയ്ക്ക് ഒത്തിരി സ്ത്രീകൾ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാവരും ആവശ്യപ്പെടുന്നത്, ഞങ്ങളാരും അങ്ങോട്ട് പറഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് സൗജന്യ യാത്ര ലഭ്യമായത്, ഗവൺമെൻറ് ഇങ്ങോട്ട് നൽകിയതാണ് സൗജന്യ യാത്ര. അതിന് ഈ നിലവാരമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നെങ്കിൽ ഇനി എന്നാണ് ഇതിൻ്റെ മറുപടി കൊടുക്കാൻ കഴിയും? അന്ന് സ്ത്രീ ജനങ്ങൾ 100% നൽകിയിരിക്കുമെന്ന് 100% ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മഹിളാ മോർച്ച ഒറ്റ കാര്യം പറയുന്നു, CP ജോൺ എന്ന് രാജിവെക്കും. അതുവരെ മഹിളാ മോർച്ചയുടെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു തുടക്കം മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ ശ്രീമതി മഞ്ജു അതിനോട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനിയായിട്ടുള്ള തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് ലീന മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള RC ബീന അവർകൾ, മഹിളാ മോർച്ചയുടെ ജനറൽ സെക്രട്ടറിമാർ, മറ്റു മണ്ഡലം പ്രസിഡന്റുമാർ, ഇവിടെ എത്തിയിട്ടുള്ള മഹിളാ മോർച്ചയുടെ ബഹുമാന്യരായിട്ടുള്ള വനിതാ രത്നങ്ങളെ, ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് അടിയന്തിരമായി ഈ മഹിളകളുടെ പ്രാതിനിധ്യമുള്ള വ്യക്തികൾ എന്തിനാണ് CP ജോണിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് എന്നുള്ളത് വ്യക്തമായി അധ്യക്ഷയും ഉദ്ഘാടകയും പറഞ്ഞിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പല വാഗ്ദാനങ്ങളും കൊടുക്കും. ആരും ആവശ്യപ്പെട്ടിട്ടല്ലെങ്കിലും ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ CP ജോൺ എന്ന ഗതാഗത മന്ത്രി അവരുടെ UDF സർക്കാരും കൊടുത്ത വാഗ്ദാനങ്ങൾ, അതിലൊന്നാണ് സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര. അതിനുശേഷം ഞങ്ങൾ ആ പറഞ്ഞ ദിവസത്തിനകത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തിട്ടില്ലാത്തത് കാരണം മഹിളാ മോർച്ച പ്രവർത്തകരുടെ
ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തി. ആ സമയത്ത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളെയൊക്കെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാക്കിക്കൊണ്ട് സൗജന്യ യാത്രയ്ക്ക് മാത്രമായി ആകെ കുറച്ച് ബസ്സുകളെ മാത്രം ഓർഡിനറി ബസ്സുകളെ പ്രിയദർശിനി ബസ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തു. അപ്പോൾ സാധാരണ ജനങ്ങൾ അവരുടെ നികുതി കൊടുത്തുകൊണ്ടാണ് ഖജനാവിൽ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നല്ല ഈ പണമിടപാടുകളൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ കൊടുക്കുന്ന, മഹിളകളൊക്കെ കൊടുക്കുന്ന നികുതി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്നത്. എന്നിട്ട് ഇത്രയും മഹിളകളെ മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഈ CP ജോൺ മന്ത്രിക്കെതിരെ, അവരുടെ സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്തിൽ എത്രത്തോളം മഹനീയമായ വ്യക്തികൾ ഇരുന്ന് അലങ്കരിച്ച പദവികളുണ്ട്. നമുക്ക് 1999 മഹിളകളെ ആദരിക്കുവാനായി അടൽ ബിഹാരി വാജ്പേയി പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതികളിലൂടെയൊക്കെ തന്നെ ഇവിടെ കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തനം കൊണ്ട് കുറേയൊക്കെ മഹിളകൾ മുന്നോട്ട് വരാൻ സാധിച്ചു. ഏത് സാമ്പത്തിക രംഗത്തെ പല വനിതകൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു എന്നുള്ളത് അന്ന് ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് എടുത്ത തീരുമാനങ്ങളാണ്. അതുമാത്രവുമല്ല, നമുക്കറിയാം, ഈ അടൽ ബിഹാരി വാജ്പേയി ഇരുന്നപ്പോൾ തന്നെ സ്ത്രീകൾക്ക് ശാക്തീകരണം, സ്ത്രീകൾക്ക് സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2023 ആയപ്പോഴേക്കും പല ബില്ലുകൾ പാസ്സാക്കിയെങ്കിലും UDF സർക്കാർ അതിനെയൊക്കെ എതിർക്കുകയാണ് ചെയ്തത്, ഇന്ത്യ മുന്നണി. അപ്പോൾ ഇപ്പോൾ 2023 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശാക്തീകരണം കൊണ്ടുവന്നു. ആ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി 2029 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മഹിളകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന 33% സംവരണം കൊടുക്കുവാനായി ഒരു സംവരണ ബില്ല് കൊണ്ടുവന്നതിനെ, അത് ഡീലിമിറ്റേഷനും മണ്ഡലം പുനർനിർണയവും സെൻസസും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നതിനെ വളരെ ശക്തിയുക്തം ഇവിടുത്തെ ഇന്ത്യ മുന്നണി സർക്കാർ അവിടെ പാർലമെൻറ്റിൽ ചെന്ന് എതിർത്ത് മഹിളകളെ കൊച്ചാക്കി, മഹിളകളുടെ പ്രാതിനിധ്യം ഇവിടെ കുറച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാരെ ഭരിക്കാമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ അപവാദങ്ങളും മ്ലേച്ഛമായ രീതിയിൽ മഹിളകളെ താറടിക്കുന്നതുമായ പ്രവർത്തനം ചെയ്യുന്ന എല്ലാ നേതാക്കൾക്കെതിരെയും മഹിളാ മോർച്ച ശക്തമായി മുന്നിൽ വരും എന്നൊരു താക്കീത് മാത്രം കൊടുത്തുകൊണ്ട് ആണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത്. മഹിളാ മോർച്ച അവരുടെ ആവശ്യങ്ങൾ നേടുന്നതുവരെ ഈ മന്ത്രിക്കെതിരെ ഉള്ള ഈ പരാമർശം എന്തായാലും അതിനെതിരെ മഹിളാ മോർച്ച ശക്തിയുക്തം പ്രതിഷേധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.